ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ജയമോഹൻ്റെ വീട്ടിൽ ചെന്ന് കൺമണിയും കൃപയും കൃഷും അവർക്കിട്ട് കണക്കിന് പെരുമാറുന്നുണ്ട്. ആ സമയം ആൻറ്റിയമ്മയ്ക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. അവർക്ക് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. അവർ പോയിട്ട് കുറേ നേരമായല്ലോ എന്നും നീ ഒന്ന് വിളിച്ചു നോക്കുന്നൊക്കെ സാഗറിനോട് പറയുന്നുണ്ട്. എൻ്റെ ആൻറ്റിയമ്മയെ അവരെക്കുറിച്ച് ഒന്നും ടെൻഷൻ ആകണ്ട, ചുണക്കുട്ടികളല്ലേ നമ്മുടെ മക്കൾ, അവരെ സംരക്ഷിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ സാഗർ പറയുന്നു. ആ സമയം കൃഷ് നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജയമോഹനിട്ട്. തങ്ങൾ പ്രതികരിക്കില്ല എന്നും നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങില്ല എന്ന് കരുതി അവർക്ക് തെറ്റിയെന്നും കാണിച്ചു കൊടുക്കുന്ന ഒരടിപൊളി തിരിച്ചടി തന്നെയാണ് അത്. കൃപയും ഒട്ടും പതരാതെ തന്നെ മാനസയോട് കണക്കിന് പറയുന്നുണ്ട്. കൃഷ് ജയമോഹന് ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി, ഇനി എൻ്റെ പെങ്ങളെ ദ്രോഹിക്കുമെന്ന സമീപനം എങ്ങാനും നിങ്ങളുടെ രണ്ടിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായാൽ പിറ്റേ ദിവസം ദേ ചുമര് നോക്കിയെന്ന് പറഞ്ഞ് കൃഷ് പറയാണ് ജയമോഹനോട്. ഭിത്തിയിൽ പടം ആയിട്ടിരിക്കും എന്നാണ് കൃഷ് ഉദ്ദേശിച്ചത്. മാനസ പെണ്ണായതുകൊണ്ടാണോ എന്നറിയില്ല, കുറേ കൊടുത്തിട്ടും പഠിച്ചില്ല എന്നോർത്തിട്ടും ആണോ എന്നറിയില്ല, മാനസയെ കൈകാര്യം ചെയ്യാനൊന്നും കൃഷ് തൽക്കാലം മുതിരുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഹേമ. ആദ്യമൊക്കെ മകളുടെയും ഭർത്താവിൻ്റെയും ചെയ്തികൾക്ക് കുറച്ചൊക്കെ കൂട്ടുനിന്നെങ്കിലും ഇപ്പോൾ തീർത്തും എതിരാണ് കേട്ടോ അവർ. കൃഷ്ണനോട് ചെന്ന് തടസ്സം പറയാനൊന്നും അവർ ചെല്ലുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നത് അവർക്ക് കിട്ടേണ്ടതാണെന്നും അല്ല ഇതിൽ കൂടുതലാണ് അവർക്ക് കിട്ടേണ്ടതും എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് അവർ. കൃഷ്ണൻ കൺമണിയും കൃപയും പോയി കഴിഞ്ഞതും മാനസ വീണ്ടും അവളുടെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ്. ഹേമ എന്തോ പറയാൻ വന്നപ്പോൾ കാണിച്ചു തരട്ടെ, ഞാൻ കുടുംബം അടക്കം എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് പറയാണ് മാനസ. പിന്നീട് വീട്ടിലെത്തുന്നുണ്ട് കൃഷ്ണൻ കൺമണിയും. ഇനിയും അവർ ഏതെങ്കിലും കളിക്ക് ഇറങ്ങുമോ എന്നൊക്കെ ആൻറ്റിയമ്മയോ ആരോ ചോദിച്ചപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇതുപോലെ ആയിരിക്കില്ല നമ്മുടെ പ്രതികരണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി അവരൊന്ന് ഒതുങ്ങുമെന്ന് പറയുന്നുണ്ട് കൃഷ്. പിന്നീട് കൃഷ്ണൻ കൺമണിയും സാഗറിൻ്റെയും സുജാതയുടെയും അടുത്ത് നിന്നപ്പോൾ സുജാത തൻ്റെ കൈക്കുള്ളിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ കൺമണിയുടെ കൈ. ഇത് കണ്ട് കൃഷ് നോക്കി എന്ന് പറയുമ്പോൾ കൺമണി പ്രണയപൂർവ്വം കൃഷ്ണനെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്.